ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആണ്. നമ്മുടെ സിലബസിൽ പുതുതായിട്ട് ആഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിന് മുന്നേ നമുക്ക് എന്താണ് കോപ്പറേഷൻ എന്നറിയാം, അതുപോലെ തന്നെ എന്താണ് മാനേജ്മെൻറ്റ് എന്നറിയാം അല്ലേ. അതിനെ തന്നെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. നമ്മുടെ കോപ്പറേറ്റീവ് ബിസിനസ്സിൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ എന്താണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ത്രൂ അതർ പീപ്പിൾ ടു അച്ചീവ് എ ഗോൾ. എന്താണ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു സിസ്റ്റം ബാക്കിയുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും നമുക്ക് എന്തെന്ന് പറയാം, മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സുകളാണോ വരുന്നത് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. വെറുതെ അങ്ങ് ചെയ്യിപ്പിക്കുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണ് എഫിഷ്യൻ്റ്ലിയും അതുപോലെ തന്നെ എഫക്റ്റീവ്ലിയും ആയിരിക്കണം. അപ്പോൾ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും അവിടെയുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പ്രോസസ്സിനെ മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. കോർപ്പറേഷൻ ഈസ് നോട്ട് എ മിയർ അസോസിയേഷൻ. പക്ഷേ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു അസോസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു അസോസിയേഷൻ മാത്രമല്ല അല്ലേ, ചുമ്മാ ഒരു അസോസിയേഷൻ മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ആസ് വെൽ ആസ് ആൻ എൻ്റർപ്രൈസ്. എന്താണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേഷനും അതുപോലെ തന്നെ അതൊരു എൻ്റർപ്രൈസുമാണ്. അപ്പോൾ അവിടെ എന്താണ് ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നടക്കണം. അവിടെയും ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനും എന്ത് വേണം, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രോസസ്സുകളെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്തെന്ന് പറയാം, കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ മാത്രമല്ല ഒരു എന്റർപ്രൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്ട് ഓൺട്രപ്രണറിയൽ യൂണിറ്റ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്, റിസ്ക് ടേക്കിംഗ് ആൻഡ് അതർ സിമിലർ എസെൻഷ്യൽ ഇക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഓൺട്രപ്രണറിയൽ യൂണിറ്റ് ആണ്. അതായത് നോർമൽ നമ്മൾ കാണുന്ന ബിസിനസ് പോലെ എക്കണോമിക് മോട്ടീവ് മാത്രം അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ചുകൂടി വ്യത്യസ്തത വരുത്തുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ ബേസിലാണ്, അവിടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക് ടേക്കിംഗ് ഉണ്ട്, അതുപോലെ ബാക്കിയുള്ള ഇക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എസെൻഷ്യൽ ആക്ടിവിറ്റീസും ഉണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് മോട്ടീവ് ആണ് എന്ന് പറയാം. പക്ഷേ കോർപ്പറേഷനിൽ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് ആണ് എന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. അത് സർവീസ് മോട്ടീവാണ് എന്ന് വെച്ചിട്ട് അവരവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ല എന്നാണോ? അവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ അതിനെന്താണ് സർവൈവ് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഓൺട്രപ്രണറിയൽ യൂണിറ്റ് ആണ്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് മീൻസ്, ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ ദി കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. നമുക്ക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്കറിയാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മുടെ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ എന്തുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഒരു അസോസിയേഷൻ മാത്രമല്ല, അതൊരു ഇക്കണോമിക് ഓർഗനൈസേഷനും കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിയൽ യൂണിറ്റ് ആണ്. ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണറിയൽ യൂണിറ്റ് ആണ്. അവിടെ ഉറപ്പായിട്ട് നമ്മുടെ മാനേജ്മെന്റ് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നതും നമ്മുടെ സിസ്റ്റത്തിൽ അത് സർവൈവ് ചെയ്ത് പോകുന്നതും. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ ദി കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്.
നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ്സ് ആർ നോട്ട് ലൈക്ക് അതർ ബിസിനസ് ഓർഗനൈസേഷൻ. എന്താണ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ബിസിനസ് ഓർഗനൈസേഷൻ പോലെ അല്ല, നോട്ട് ലൈക്ക് എന്നാണ് പറഞ്ഞത്. അതർ ബിസിനസ് ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ വെരി സ്പെഷ്യൽ ഫോം ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. സാധാ ഒരു ബിസിനസ് പോലെ അല്ല, അവിടെ എന്തൊക്കെ കമ്പൈൻ ചെയ്യുന്നുണ്ട്? ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ റിസൾട്ടിംഗ് ഫ്രം സ്ട്രഗിളിംഗ് ഓഫ് വർക്കിംഗ് ക്ലാസ്. നമ്മുടെ വർക്കിംഗ് ക്ലാസ്, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ട്രഗിളിനെ എന്താണ് മാറ്റാൻ വേണ്ടിയിട്ട് ഇക്കണോമിക് ആയിട്ടും സോഷ്യൽ ഓർഗനൈസേഷനും ചേർന്ന് നടത്തുന്ന ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ബിസിനസ് ആണ് എന്തെന്ന് പറഞ്ഞത്? കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത്. അല്ലാണ്ട് സാധാരണ രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ പോലെയല്ല, അവിടെ കുറച്ചുകൂടി സ്പെഷ്യൽ ഫോമാണ് വരുന്നത്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്കണോമിക് ഓർഗനൈസേഷനും സോഷ്യൽ ഓർഗനൈസേഷനും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഏത് വന്നിരിക്കുന്നത്? നമ്മുടെ കോഓപ്പറേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വർക്കിംഗ് ക്ലാസിന്റെ സ്ട്രഗിളിനെ എന്ത് ചെയ്യാം? മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ റിസൾട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്? ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ബേസിൽ അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് കോപ്പറേറ്റീവ്സ് വന്നത്. അല്ലാണ്ട് സാധാരണ ഒരു ബിസിനസ് പോലെ ഇക്കണോമിക് മാത്രം അല്ലെങ്കിൽ ഇക്കണോമിക് മോട്ടീവ് മാത്രമല്ല ഇവിടെ എന്താണ്? ഒരു സോഷ്യൽ വെൽഫെയറും കൂടെയാണ് എന്തോ ഉദ്ദേശിക്കുന്നത്, കോപ്പറേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ദ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ഈസ് എ പർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് ടു ഓർഗനൈസേഷണൽ എൻറ്റിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഓർഗനൈസേഷണൽ എൻറ്റിറ്റീസിന്റെ കോമ്പിനേഷൻ ആണ്. ഏതൊക്കെയാണ്? ഇക്കണോമിക്കും അതുപോലെ തന്നെ സോഷ്യലും. അപ്പൊ ഇക്കണോമിക് ഇല്ല എന്നല്ല, നമുക്ക് പ്രോഫിറ്റിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ബിസിനസ് മുന്നോട്ട് പോകാൻ അവിടെ എന്ത് വേണം? പണപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഇക്കണോമിക്കും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട്? സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഒരു കോഓപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ബിസിനസ് എന്റർപ്രൈസസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ബിസിനസ് എന്റർപ്രൈസസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എ കോഓപ്പറേറ്റീവ് എന്റർപ്രൈസസ് ക്യാൻ ഓൺലി ബി കോൾഡ് സക്സസ്ഫുൾ ഇഫ് ഇറ്റ് സക്സീഡ് ബോത്ത് ഇൻ ബിസിനസ് സെൻസ് ആൻഡ് എസ് എ സർവീസ് ഓറിയന്റഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഒരു കോഓപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് സക്സസ് ആകണമെങ്കിൽ അല്ലെങ്കിൽ സക്സസ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളിൽ എന്താണ്? നിർബന്ധമായിട്ടും അവർ സക്സസ് ആയിരിക്കണം. ഏതിലൊക്കെയാണ്? ബിസിനസ് സെൻസിന്റെ കാര്യത്തിലും അവർ സക്സസ് ആയിരിക്കണം, അതുപോലെ തന്നെ സർവീസ് ഓറിയന്റഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസിലും അവർ സക്സസ് ആയിരിക്കണം. ഒരാൾ ബിസിനസ് സെൻസിൽ സക്സസ് മാത്രമാണെങ്കിൽ അതിന് നമുക്ക് കോർപ്പറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് മാത്രമാണെങ്കിലും അവിടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സക്സസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് പറഞ്ഞത്, എ കോഓപ്പറേറ്റീവ് എന്റർപ്രൈസ് ക്യാൻ ഓൺലി ബി കോൾഡ് സക്സസ്ഫുൾ ഇഫ് ഇറ്റ് സക്സീഡ് ബോത്ത് ഇൻ ദി ബിസിനസ് സെൻസ് ആൻഡ് ആസ് വെൽ ആസ് ദി സർവീസ് ഓറിയന്റഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ രണ്ട് രീതിയിലും സക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോഓപ്പറേറ്റീവ് എന്റർപ്രൈസ് സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ഈസിലി അലൈൻഡ് വിത്ത് ദി പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ ബിക്കോസ് കോഓപ്പറേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നമ്മുടെ കോഓപ്പറേറ്റീവ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞിരുന്നു? കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോഓപ്പറേഷന്റെ പ്രിൻസിപ്പിളുമായിട്ട് ഈസിലി ആയിട്ട് ജോയിന്റ് ആകും. കാരണം കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഏതെന്ന് പറയുന്നത്? കോഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും ഈസിലി ടൈപ്പ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം കോഓപ്പറേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഏതെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻ ആണ് നോക്കാനുള്ളത്. എന്താണ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ്? ഇത്ര നേരം നമ്മൾ മീനിങ്ങിലാണ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഇ.വി. മെൻഡോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓഫ് എ കോഓപ്പറേറ്റീവ്. ഒരു കോഓപ്പറേറ്റീവിന്റെ റിസോഴ്സസിനെ വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കുക, അല്ലെ, യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ മാനേജ്മെന്റിനകത്ത് എന്താണ്? സ്കേഴ്സ് റിസോഴ്സസിനെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞു.
അതുപോലെ തന്നെയാണ് ഒരു കോപ്പറേറ്റീവിൻ്റെ റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും ഉള്ളത്. അതിനെ എന്താണ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യണം. ആസ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് സെർവിങ് ദി നീഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വിത്തിൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പർപ്പസ് പോലെ തന്നെ അവിടെയുള്ള മെമ്പേഴ്സിന്റെ ആവശ്യങ്ങൾ സെർവ് ചെയ്യണം. അത് എന്ത് അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കണം? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെയുള്ള മെമ്പേഴ്സിന്റെ ആവശ്യങ്ങൾ സെർവ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ആർക്കുള്ളത്? കോപ്പറേറ്റീവ് മാനേജ്മെന്റിനുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റിസോഴ്സസ്, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെയുള്ള മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്? സെർവ് ചെയ്യുക എന്ന ഉദ്ദേശവുമാണ് എന്തിനുള്ളത്? നമ്മുടെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിനുള്ളത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? കോപ്പറേറ്റീവ് മാനേജ്മെന്റ് മേ ബി ഡിഫൈൻഡ് as an efficient and effective utilization of resources of a cooperative as a business organization for the purpose of serving the need of its members within the context of accepted cooperative principle. The cooperative management and development are based on the values of self-help. നമ്മൾ ഓൾറെഡി കോപ്പറേഷനിൽ പഠിക്കും അല്ലേ? കോപ്പറേഷൻ എന്താണ്, എന്തിൻ്റെ ബേസിലാണ് നിലനിൽക്കുന്നത്? സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റും എന്തിൻ്റെ ബേസിലാണ് ഡെവലപ്പ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കുറച്ച് വാല്യൂസ്, നമ്മുടെ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വാല്യൂസിൻ്റെ ബേസിലാണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ വാല്യൂസ് ഏതൊക്കെയാണ്? സെൽഫ് ഹെൽപ്പ്, അതുപോലെ തന്നെ സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ഇത്രയാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്പ് ആർ ബേസ്ഡ് ഓൺ ദി വാല്യൂസ് ഓഫ് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ദ കോപ്പറേറ്റീവ്സ് ഓൾസോ ബിലീവ് ഇൻ ദി എത്തിക്കൽ വാല്യൂസ് ഓഫ്. കോപ്പറേറ്റീവ്സ് ഈ വാല്യൂസ് മാത്രമല്ല ഫോളോ ചെയ്യുന്നത്, അവർ കുറച്ച് എത്തിക്കൽ വാല്യൂസിലും ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഇനി ഏതൊക്കെയാണ് എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്? നമ്മുടെ ഹോണസ്റ്റി, അതുപോലെ തന്നെ ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിങ് ഓഫ് അതേഴ്സ്. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത്? സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല, സെൽഫ് ഹെൽപ്പും സെൽഫ് റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് എത്തിക്കൽ വാല്യൂസും ഫോളോ ചെയ്യണം. അതായത് നമ്മൾ നന്നായിട്ട് ഹോണസ്റ്റ് ആയിരിക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം അല്ലേ? ഇങ്ങനെയുള്ള നമ്മുടെ ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത്? സെൽഫ് വാല്യൂസും അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസും കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ വരുന്നത്. ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് ടു കമ്പൈൻ ജനറൽ മാനേജ്മെന്റ് വിത്ത് ദി പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. എന്താണ് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ്, കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റിനെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളായിട്ട് കമ്പൈൻ ചെയ്യുന്നു ബിക്കോസ് ഓഫ് ദെയർ സ്പെഷ്യൽ ബിസിനസ് നേച്ചർ. എന്തുകൊണ്ടാണ്? കോപ്പറേറ്റീവിന്റെ സ്പെഷ്യൽ ബിസിനസ് നേച്ചർ വെച്ചിട്ട് അതൊരു യുണീക്ക് ആയിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പ് യൂണിറ്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായത് കൊണ്ട് ജനറൽ മാനേജ്മെന്റിനെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളുമായിട്ട് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാനേജ്മെന്റ്. ഏത് മാനേജ്മെന്റ് ആണ്? കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. Therefore, for the successful management of these peculiar type of organization, both the knowledge of professional management and കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആർ നെസസറി. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഒരു കോപ്പറേറ്റീവിന്റെ സക്സസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് സക്സസ് ആവുന്നത്? ഒരാൾക്ക് പ്രൊഫഷണൽ മാനേജ്മെന്റ് നോളജും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളും കൃത്യമായിട്ട് അറിവുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബിസിനസ് എന്ത് ചെയ്യുന്നത്? സക്സസ് ആവുന്നത്. കാരണം എന്താണ്? ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് നമ്മുടെ ആ ഒരു ബിസിനസ് റൺ ചെയ്യത്തുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി ഓർ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ പ്രൊഫഷണൽ മാനേജ്മെന്റും നമുക്ക് എന്ത് വേണം? നമ്മുടെ ഒരു സക്സസിന് ആവശ്യമായിട്ട് വരുന്നതാണ്. Among the principle, the democratic control ensure the democratic management of cooperatives and
പേവ്സ് ദ വേ ഫോർ ദി കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അതായത് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കുറച്ചധികം പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഡെമോക്രാറ്റിക് കൺട്രോൾ നമ്മൾ പറഞ്ഞതാണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ടായത് കൊണ്ടാണ് എന്ത് എൻഷുർ ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. അതായത് കോപ്പറേറ്റീവ്സിന്റെ മാനേജ്മെന്റിൽ ഒരു ഡെമോക്രസി കൊണ്ടുവരാൻ പറ്റുന്നതും അതുവഴി എന്താണ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിലേക്ക് അതിനൊരു വഴി തെളിക്കുകയുമാണ് ചെയ്യുന്നത്. The following structure is needed for managing cooperatives. നമുക്ക് താഴെ തന്നിരിക്കുന്ന സ്ട്രക്ചർ എന്തിനാവശ്യമാണ്? മാനേജിങ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന ഒരു സ്ട്രക്ചർ അത്യാവശ്യമാണ്. ആദ്യം തന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കണം? മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്. ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താലാണ് നമുക്ക് എന്ത് സക്സസ് ആണ് എന്ന് പറയുന്നത്. എന്ത് സക്സസ് എന്നല്ല, അവിടെ ആവശ്യമാണ് കേട്ടോ. ഇത് ആവശ്യമാണ് എന്തിനു വേണ്ടിയിട്ട്? കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കൃത്യമായിട്ട് റിസൾട്ട് ചെയ്യണമെങ്കിൽ അവിടെ മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യണം. ദ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ആർ കൺസിഡേർഡ് ടു സുപ്രീം അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. നമ്മുടെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? മെമ്പേഴ്സ് ആണ്. മറന്നു പോകരുത്. ദ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ആർ കൺസിഡേർഡ് ടു സുപ്രീം അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. നമ്മുടെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിലെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള ഓരോ മെമ്പേഴ്സും ആണ്. From among the general body, the members who can elect the board of directors for the day-to-day affairs of the society. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെമ്പേഴ്സ് തന്നെ ആരെ ഇലക്ട് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്തൊരു ജനറൽ ബോഡി ഉണ്ടാക്കും. അപ്പോൾ മെമ്പേഴ്സ് തന്നെയാണ് ആരെ ഇലക്ട് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മെമ്പേഴ്സിന്റെ പ്രതിനിധികളാണ് ആരെന്ന് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സൊസൈറ്റിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നത്. അപ്പോൾ ഫ്രം among ദി ജനറൽ ബോഡി ദ മെമ്പേഴ്സ് ഹു ക്യാൻ ഇലക്ട് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മറന്നു പോകരുത്. മെമ്പേഴ്സ് ആണ് ആരെ ഇലക്ട് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സൊസൈറ്റിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദീസ് ടീം ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതായത് ആ ഒരു സൊസൈറ്റിയുടെ പല പോളിസീസും പ്ലാൻസും ഒക്കെ ഒരു സൊസൈറ്റിക്ക് എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എല്ലാ മെമ്പേഴ്സിനും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത് നടത്തുന്നത്? ഒരു കോപ്പറേറ്റീവ് ബിസിനസ് നടത്തുന്നത്. ആ ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒപ്പീനിയൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഷുഡ് ബി റിഗാർഡഡ് ആസ് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 4 എലമെന്റ്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടീമാണ്. അവിടെ 4 എലമെന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ദേ ആർ മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആൻഡ് അതർ റെസ്പോൺസിബിൾ എംപ്ലോയീസ്. ഇവർ 4 പേരും ചേർന്നിട്ടാണ് എന്ത് നടത്തുന്നത്? നമ്മുടെ കോപ്പറേറ്റീവ് മാനേജ്മെന്റിനെ ഒരു തീമായിട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും എന്ത് കൊണ്ടുവരുന്നത്? കോപ്പറേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ആ 4 പേര്? മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആൻഡ് അതർ റെസ്പോൺസിബിൾ എംപ്ലോയീസ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർത്തിരിക്കണം. മെമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും. പിന്നെ അതുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എംപ്ലോയീസും. ഇവരാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു 4 എലമെന്റ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഷുഡ് ബി റിഗാർഡഡ് ആസ് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 4 എലമെന്റ്. ആ 4 എലമെന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ നേച്ചർ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ഓണർഷിപ്പ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദി സക്സസ് ഓഫ് എനി കോപ്പറേറ്റീവ്. ഏതൊരു കോപ്പറേറ്റീവിന്റെയും സക്സസ് എടുക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഏതെന്ന് പറയുന്നത്? അവിടുത്തെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ഹാവ് എ ഫുൾ അതോറിറ്റി ടു മാനേജ് ആൻഡ് കൺട്രോൾ ദെയർ കോപ്പറേറ്റീവ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കോപ്പറേറ്റീവിൽ ഒരു ഫുൾ അതോറിറ്റി ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള ഫുൾ അതോറിറ്റി ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൺസിഡറിങ് ദി വെരി നേച്ചർ ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഈ ഒരു നേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോപ്പറേറ്റീവ്സ് ആർ സർവീസ് ഓറിയന്റഡ്.
നമുക്കറിയാം ഓൾറെഡി അല്ലേ, കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒരു സർവീസ് ഓറിയന്റഡ് ആണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർവീസ് ഓറിയന്റഡ് ആയിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, കോപ്പറേറ്റീവ് ബിസിനസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർവീസ് ഓറിയന്റഡ് ആണ്, പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ കോസ്റ്റ്. എന്താണ്, വളരെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലാതെ ലാഭം ഓറിയന്റഡ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണോ? അല്ല. കൂടുതലും അവർ ചെയ്യുന്നത് അവരുടെ മെമ്പേഴ്സിന് റീസണബിൾ കോസ്റ്റിൽ ഗുഡ്സും സർവീസും എത്തിച്ചു കൊടുക്കുക. അത്തരത്തിലുള്ള സർവീസ് ഓറിയന്റഡ് ആണ് ആരെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ കമ്മ്യൂണിറ്റി ഓറിയന്റഡ്. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ മെമ്പേഴ്സിന്റെ വെൽഫെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ആര് നടത്തുന്നത്, ഈ ഒരു കോപ്പറേറ്റീവ്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്താണെന്ന് പറയാം, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ്. അപ്പൊ മറന്നു പോകരുത്, ആദ്യത്തത് സർവീസ് ഓറിയന്റഡ് ആണ്, അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ്. ഇനി മൂന്നാമത് വരുന്നത് എന്താണ്, പീപ്പിൾ ഓറിയന്റഡ് ആണ്. അതായത് നമ്മുടെ ടോട്ടൽ ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, കോപ്പറേറ്റീവ്സ് വന്നിരിക്കുന്നത്. കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ എന്താണ്, പീപ്പിൾ ഓറിയന്റഡ് ആണ് ആരെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സർവീസ് ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, പീപ്പിൾ ഓറിയന്റഡ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഓൺഡ് മാനേജ്ഡ് ആൻഡ് പാട്രണൈസ്ഡ് ബൈ മെമ്പേഴ്സ്. എന്താണ്, ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് ബിസിനസ്സിലെ മെമ്പേഴ്സിനാണ് എന്തുള്ളത്, ഓണർഷിപ്പും മാനേജ്മെന്റും അതുപോലെ തന്നെ പാട്രണൈസ്ഡ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസിഷൻസ് എടുക്കുന്നതും ഒക്കെ ആരാണ്, അവിടെയുള്ള മെമ്പേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മെമ്പേഴ്സ് ആണ് അവിടുത്തെ സുപ്രീം അതോറിറ്റി എന്നുള്ളത്. ബിസിനസ് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് പോയിന്റ് ആണ് ബിസിനസ് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മളിവിടെ ബിസിനസ് ആണ് ക്യാരി ചെയ്യുന്നത് എങ്കിലും ചുമ്മാ ഒരു കോർപ്പറേറ്റ് ബിസിനസിനെ പോലെ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് എന്ത് നടത്തുന്നത്, കോപ്പറേറ്റീവ്സ് ബിസിനസ് നടത്തുന്നത്. നെക്സ്റ്റ് വൺ, ഡെവലപ്ഡ് ദ ബെസ്റ്റ് ത്രൂ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. നമ്മൾ കോപ്പറേഷൻ പഠിക്കുമ്പോഴൊക്കെ പഠിക്കുന്നതാണ് എന്ത്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. സ്വയം സഹായവും അതുപോലെ തന്നെ എന്താണ്, മ്യൂച്വൽ ഹെൽപ്പുമാണ് നമ്മൾ നടത്തുന്നത്. എൻ്റെ കാര്യം മാത്രം നോക്കി പോവാണോ ഞാൻ? അല്ല, ഞാനൊരു മെമ്പർ ആണ് എങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെയും കൂടെ എന്താണ്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും അല്ലേ. അതുകൊണ്ടാണ് അതിനെ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഡെവലപ്പ് ദി ബെസ്റ്റ് ത്രൂ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. നെക്സ്റ്റ് വൺ, സെർവ് ദി ബെസ്റ്റ് അക്കോർഡിംഗ് ടു ദി ഫെൽറ്റ് നീഡ് ഓഫ് മെമ്പേഴ്സ്. എന്താണ്, നമ്മുടെ മെമ്പേഴ്സിന്റെ എന്താണോ ആവശ്യമായിട്ട് വരുന്നത് അത് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോപ്പറേറ്റീവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത് അല്ലേ. അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും നമ്മളൊരു സൊസൈറ്റി ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെയുള്ള മെമ്പേഴ്സിന് എന്താണോ ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ അത് സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡെവലപ്പ് ബെസ്റ്റ് ഫ്രം ബോട്ടം ടു ടോപ്പ്. എന്താണ്, താഴെക്കിടയിൽ നിന്ന്. നമുക്കറിയാം, നമുക്ക് പ്രൈമറി സൊസൈറ്റി മുതൽ അപ്പെക്സ് ലെവൽ ഫെഡറേഷൻ വരെ ഉണ്ട് അല്ലേ. അപ്പോൾ താഴെ മുതൽ മുകളിൽ വരെ എന്താണ്, ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോപ്പറേറ്റീവിന്റെ അടുത്തൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. പ്രൈമറി ടു ദി ടോപ്പ് അപ്പെക്സ് ലെവൽ ഫെഡറേഷൻ. അപ്പോൾ താഴെക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് എന്തിലേക്കാണ്, ടോപ്പിലേക്ക് എന്ത് നൽകുക, ബെസ്റ്റ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ കോപ്പറേറ്റീവിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് ദി പെർഫോമൻസ് ഓഫ് എഫിഷ്യൻസി ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്, നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഫിഷ്യൻസിയിലെ, അതായത് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. വെറുതെ അവർ ചുമ്മാ ഇരുന്ന് വർക്ക് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ സോഷ്യൽ നീഡ് മാത്രം നോക്കി വർക്ക് ചെയ്താൽ പോരാ, അവിടെ ഒരു എക്കണോമിക് നീഡും കൂടെ വരുന്നു. നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ എങ്ങോട്ട് കൊണ്ടുവരികയാണ്, കോപ്പറേറ്റീവ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒന്ന് സർവൈവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലായിടത്തും കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ആക്കുക. അപ്പോൾ അവരുടെ പെർഫോമൻസ് എന്താവും, എഫിഷ്യന്റ് ആകും. അതിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് എഫിഷ്യൻസി ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് ദി ടെക്നിക്കൽ ഫീസിബിലിറ്റി ആൻഡ് ഇക്കണോമിക് വയബിലിറ്റി. എന്താണ്, നമ്മുടെ സൊസൈറ്റീസിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയും അതുപോലെ തന്നെ ഇക്കണോമിക് വയബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ ടെക്നിക്കലി ഒരുപാട് ബാക്ക്വേർഡ് ആണ്
എങ്കിൽ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരികയും എക്കണോമിക് വയബിലിറ്റി, നമ്മൾ എല്ലാം സർവീസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പൈസ ഒരു കാര്യമേ അല്ല എന്ന് വിചാരിച്ചിട്ടാണോ വർക്ക് ചെയ്യേണ്ടത്? അല്ല. നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? ക്യാഷിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ എക്കണോമിക് വയബിലിറ്റിയും ടെക്നിക്കൽ ഫീസിബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ്സ് ആസ് എ സർവീസ് ഓർഗനൈസേഷൻ സ്ട്രെസ് ഷുഡ് ബി ഗിവൺ ഫോർ ദി പ്രിൻസിപ്പിൾ സർവീസസ് മോട്ടീവ്. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്? എക്കണോമിക് ആൻഡ് സർവീസിന്റെ കോമ്പിനേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്കണോമിക്കലി മാത്രമായിട്ട് ചുരുങ്ങി പോകരുത്. നമുക്ക് മെയിൻ എയിം എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ് ആണ് അല്ലേ. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സർവീസ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കിലോട്ട് മാത്രം നിങ്ങൾ പോകാണ്ട് എന്തിലും കൂടെ ഉറപ്പിച്ച് നിൽക്കുക, സർവീസ് എസ് എ മോട്ടീവ് ആണ് എന്നുള്ള കാര്യത്തിലും കൂടെ നമ്മൾ ഊന്നൽ നൽകി വേണം പ്രവർത്തിക്കാൻ. രണ്ടിനെയും ഒന്ന് ബാലൻസ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ, അല്ലാതെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിപ്പോകാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ടു ഇംപ്രൂവ് ദി കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദി കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന്റെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് എന്താ? ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. കാരണം നമുക്കറിയാം സർവൈവ് ചെയ്യണമെങ്കിൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡ് ആണ് ഈ ഒരു ബിസിനസ്സുകളെല്ലാം ചെയ്യുന്നത് അല്ലേ. ഫോംസ് ഓഫ് പല ബിസിനസ്സുകൾ ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ നമുക്കും കൂടെ പിടിച്ചു നിൽക്കണം. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ബിസിനസ് മാത്രമാണ്, ബാക്കി ഒരുപാട് ഫോംസ് ഓഫ് ബിസിനസ് ഉണ്ട് അല്ലേ. അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് വേണം അല്ലേ. ആ സ്ട്രെങ്തിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ അടുത്തൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ടു ക്രിയേറ്റ് കോപ്പറേറ്റീവ് ലീഡർഷിപ്പ് ത്രൂ പ്രൊഫഷണൽ മാനേജ്മെന്റ്. എന്താണ്? കോപ്പറേറ്റീവ് ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക ത്രൂ പ്രൊഫഷണൽ മാനേജ്മെന്റ്. പ്രൊഫഷണൽ മാനേജ്മെന്റ് വഴി നമ്മൾ പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കും. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പ്രൊഫഷണൽ മാനേജ്മെന്റ് വഴി കോപ്പറേറ്റീവ് ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. ഇനി നമുക്ക് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്? Cooperatives is essentially a business enterprise catering to the needs of the people in all walks of economic life for the welfare of the society. നമുക്കറിയാലേ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്റർപ്രൈസ് തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പല ഫോംസ് ഓഫ് ബിസിനസ്സിൽ ഒരെണ്ണമാണ് ഏതെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ആ കോപ്പറേറ്റീവ്സിന്റെ ലക്ഷ്യം എന്താണ്? സർവീസ് മോട്ടീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉള്ള എന്താണ് സർവീസുകളാണ് കോപ്പറേറ്റീവ്സ് നൽകുന്നത്. പക്ഷെ അത് മാത്രം പോരാ, അതിനെന്തുണ്ട്? ഒരു ഇക്കണോമിക് ലൈഫും കൂടിയുണ്ട്. കാരണം അതിന് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനൊരു ഇക്കണോമിക് ലൈഫും കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് വേണം എന്ന് പറയുന്നത്. കോപ്പറേഷൻ മാത്രമാണ് എങ്കിൽ അവിടെ എന്താണ്? അതിനൊരു ഇക്കണോമിക് ലൈഫിനെ പറ്റിയിട്ട് അത് ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്താണ്? നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയർ മാത്രം നോക്കുന്നതിനോടൊപ്പം എന്താണ്? ഒരു കോമ്പിനേഷൻ ആണ്. ഒരു ബിസിനസിന്റെ ഇക്കണോമിക് ഗോളും അതുപോലെ തന്നെ സോഷ്യൽ ഗോളും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്? കോപ്പറേറ്റീവ് മാനേജ്മെന്റ് വന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താണ്? സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ബിസിനസിന്റെ എക്കണോമിക് ലൈഫിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കോപ്പറേറ്റീവ് ഈസ് എസെൻഷ്യലി എ ബിസിനസ് എന്റർപ്രൈസ് കാറ്ററിംഗ് ടു ദി നീഡ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി വർക്ക് ഓഫ് എക്കണോമിക് ലൈഫ് for the welfare of the society. As a movement which is gaining the importance year after year automatically, the All India Rural Credit Survey Committee aptly expressed that cooperation has failed but it must succeed. എന്താ പറഞ്ഞത്? നമുക്കറിയാം ഓരോ വർഷം കൂടും തോറും അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൂവ്മെന്റിനകത്ത് എന്തുണ്ട്? ഗെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗെയിൻ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പണ്ട് എന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തോറ്റുപോയൊരു സാധനമാണ്. പക്ഷെ അതിനെന്തുണ്ട്? ഭാവിയിൽ അതിന് ജയിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ഓരോ വർഷം കഴിയും തോറും ഇതിങ്ങനെ സക്സീഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്താണ് പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ടും എന്താണ്? അവിടെ ഒരു സക്സീഡിനുള്ള ആ ഒരു സ്പേസ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്.
along with the other aspect of further development, professionalized management is highly എന്താണ് essential. നമുക്ക് ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടല്ലേ, ഓരോ വർഷവും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫർദർ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെന്റ് എവിടെ കൊണ്ടുവരിക, കോപ്പറേറ്റീവ് സെക്ടറിൽ കൊണ്ടുവരിക എന്നുള്ളത്. So professionalized management is needed in their levels for better management. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെന്റ് കൊണ്ടുവരുന്നത്? നമ്മുടെ കോപ്പറേറ്റീവ് ബിസിനസിന്റെ ബെറ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോർ കീപ്പിംഗ് ദ വാല്യൂസ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ഫോർ എക്സ്റ്റെൻഡിങ് ക്വാളിറ്റി സർവീസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിലെ വാല്യൂസ് അല്ലേ, ഫോർ കീപ്പിംഗ് ദ വാല്യൂസ്, നമ്മൾ പറഞ്ഞ കുറേ എത്തിക്കൽ വാല്യൂസ് ഉണ്ട് അല്ലേ, ആ വാല്യൂസിനെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാനും അതുവഴി ക്വാളിറ്റി സർവീസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ മാനേജ്മെന്റ് എവിടെ കൊണ്ടുവരേണ്ടത്? നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെന്റ് ഈസ് നീഡഡ് ഇൻ ദെയർ ലെവൽസ് ഓഫ് ബെറ്റർ മാനേജ്മെന്റ് അല്ലേ. ബെറ്റർ മാനേജ്മെന്റിന് ആവശ്യമാണ് ഫോർ കീപ്പിംഗ്. എന്തു കീപ്പ് ചെയ്തോണ്ട്? ബെറ്റർ മാനേജ്മെന്റ് മാത്രം മതിയോ? അല്ല, നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി സർവീസ് കൂട്ടിക്കൊണ്ടും എന്താണ് നമ്മുടെ ബെറ്റർ മാനേജ്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്? പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ, ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഫംഗ്ഷൻസ് ആണ് ഇവിടോട്ട് കൊണ്ടുവരുന്നത്? കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് വരുന്നത്. നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും കമ്പൈൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്, കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓവറോൾ മാനേജ്മെന്റ് എംബഡസ് 5 ഫംഗ്ഷൻ. നമുക്കറിയാം മാനേജ്മെന്റിന് 5 ഫംഗ്ഷൻസുകളാണുള്ളത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ ഓർഗനൈസിങ്, തേർഡ് വൺ സ്റ്റാഫിംഗ്, ഫോർത്ത് വൺ ഡയറക്റ്റിംഗ് ഓർ മോട്ടിവേറ്റിംഗ് ആൻഡ് ലാസ്റ്റ് വൺ കൺട്രോളിംഗ്. അപ്പോൾ ഓരോന്നും പഠിച്ചിരിക്കുക. ആദ്യം തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഈ 5 ഫംഗ്ഷനാണ് എവിടെയുള്ളത്? മാനേജ്മെന്റിനുള്ളത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട 5 പ്രക്രിയകളാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലേ, നമ്മളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ചെയ്യാമെന്ന് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു മാനേജ്മെന്റ് എന്തായിരിക്കണം? ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി അവർ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്താണ് നേടിയെടുക്കേണ്ടത്, അതെങ്ങനെ നേടിയെടുക്കാം, അത് ആരിലൂടെ നേടിയെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്തൊക്കെ ഒരു വ്യക്തത ആർക്കുണ്ടായിരിക്കണം? മാനേജ്മെന്റിനുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അവരുടെ ഓർഗനൈസേഷണൽ ഗോള് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്ന പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ്? പ്ലാനിങ് ഗൈഡ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഡയറക്ഷൻ ബൈ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഫോർകാസ്റ്റിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഡിറ്റർമിനിങ് സ്ട്രാറ്റജീസ്. എന്താണ്? നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ്? എൻവയോൺമെന്റിനെ ഫോർകാസ്റ്റ് ചെയ്യുക. അതായത് ഭാവിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴേ ഫോർകാസ്റ്റ് ചെയ്യുക. ആൻഡ് ഡിറ്റർമിനിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, എൻവയോൺമെന്റിനെ ഫോർകാസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഡിറ്റർമൈൻ ചെയ്യുക. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഫംഗ്ഷനാണ് ഏതെന്ന് പറഞ്ഞത്? പ്ലാനിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർഗനൈസേഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കുന്നതാണ് ഏത്? പ്ലാനിങ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ പറഞ്ഞതാണ് എന്താ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്? വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്, വെൻ ടു ഡു, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഹൗ ടു ഡു, എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ആൻഡ് ഹൂ വിൽ ഡു എ പർട്ടിക്കുലർ ജോബ്, അത് ആരെ കൊണ്ട് ചെയ്യിക്കാം. ഇത്രയും കാര്യങ്ങൾ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിരിക്കത്തുള്ളൂ അല്ലേ. അല്ലാണ്ട് നമ്മൾ എന്താ ഒരു പ്ലാനും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചാൽ ആ ദിവസം എത്തുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്നറിയില്ല, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നറിയില്ല അല്ലേ, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം എന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി ഡിസൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്ത് വെക്കേണ്ടത്? What to do, when to do, how to do and who will do a particular job.
Planning is concerned with the determination of the objectives to be achieved and course of action to be ഫോളോവ്ഡ് ടു അച്ചീവ് ദം. എന്താ പറഞ്ഞത്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒബ്ജക്റ്റീവ്സിനെ ഡിറ്റർമൈൻ ചെയ്യുകയും അതെങ്ങനെ അച്ചീവ് ചെയ്യാം, അതെങ്ങനെ നേടിയെടുക്കാമെന്നും അതുപോലെ തന്നെ ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി ഫോളോവ്ഡ് ടു അച്ചീവ് ദം, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നും എന്താണ് മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്ത് വെക്കാണ് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് വേണ്ടത്, നമ്മൾ എന്താണ് എൻവയോൺമെൻറ്റ് എന്തായിരിക്കും എന്ന് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യണം, ഇതാരെ കൊണ്ട് ചെയ്യിക്കണം, എപ്പോൾ ചെയ്യിക്കണം, എവിടെ ചെയ്യിക്കണം, ആര് ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മുടെ ഫംഗ്ഷനാണ് ഏത്? ഓർഗനൈസിങ് എന്ന് പറഞ്ഞത്. പ്ലാനിങ്ങിൽ നമ്മൾ നമ്മുടെ മെൻ്റൽ പവറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യാം, ആരെക്കൊണ്ട് ചെയ്യിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് അല്ലേ. ഇനി അതിന് എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. അതായത് പല എടുത്തായിട്ടായിരിക്കും പല സാധനങ്ങളും കിടക്കുന്നത് അല്ലേ. ഇത് ചെയ്യേണ്ട ആളൊരിടത്ത്, എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ റോ മെറ്റീരിയൽ വേറെ എടുത്ത്, അങ്ങനെ പല പല സാധനങ്ങൾ, നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പല സ്ഥലത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിങ്. ഓർഗനൈസിങ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഡിറ്റർമിനിങ് ദ സ്പെസിഫിക് ആക്ടിവിറ്റീസ് നീഡഡ് ടു അക്കംപ്ലിഷ് ദി പ്ലാൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്. എന്താണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സും ഗോൾസും അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വേണ്ടത്, അത് എവിടെ നിന്ന് കിട്ടും അല്ലേ. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു, ഇനി എന്താണ് അത് എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്. അതുപോലെ തന്നെ ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഇൻ ടു എ ലോജിക്കൽ പാറ്റേൺ, നമ്മൾ കണ്ടെത്തിയ ആക്ടിവിറ്റീസിന് എന്താണ് ഒരു ലോജിക്കൽ പാറ്റേണിൽ അറേഞ്ച് ചെയ്യുക. framework or structure, assigning the activities of specific position and people, and providing means of coordinating the effort of individuals and group. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒബ്ജക്റ്റീവ്സും ഗോൾസും കൃത്യമായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. അതാണ് പറഞ്ഞത് ആക്ടിവിറ്റീസ് ഇൻ ടു ലോജിക്കൽ പാറ്റേൺ, ഫ്രെയിംവർക്ക് ഓർ സ്ട്രക്ചർ, അതുപോലെ തന്നെ അസൈനിങ് ആക്ടിവിറ്റീസ് ടു എ സ്പെസിഫിക് പൊസിഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള പേഴ്സൺസിനെയും പൊസിഷൻസിനെയും കണ്ടെത്തുക. പിന്നെന്താ പറഞ്ഞത്? ആൻഡ് പ്രൊവൈഡിങ് മീൻസ് ഫോർ കോർഡിനേറ്റിംഗ് ദ എഫേർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്, ഇൻഡിവിജ്വലിനെയും ഗ്രൂപ്പിനെയും, അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പിനെയും പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഓർഗനൈസിങ്ങിൽ വരുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തോ, ഇനി ഇതൊക്കെ എപ്പോഴാണ് അല്ലെങ്കിൽ ആരെക്കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്, അവരെന്തൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, അതെല്ലാം ഓർഗനൈസ് ചെയ്തോ. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവറിനെയാണ് സപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റാഫിംഗ് ഹാസ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ ദി റീസെന്റ് ഇയേഴ്സ് ഡ്യൂ ടു അഡ്വാൻസ്മെന്റ് ഓഫ് ടെക്നോളജി, ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ബിസിനസ്, കോംപ്ലിസിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എക്സെട്ര. അതായത് ഇപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് റീസെന്റ് ഇയർ ആയിട്ട് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ്. കാരണം ഇപ്പോൾ ടെക്നോളജി ഒക്കെ അത്ര അഡ്വാൻസ്ഡ് ആണ്, അതുപോലെ തന്നെ ബിസിനസ്സിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കും, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും. ഈ കാരണത്താൽ ഇപ്പോഴത്തെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ദ മെയിൻ പർപ്പസ് ഓഫ് സ്റ്റാഫിംഗ് ഈസ് ടു പുട്ട് റൈറ്റ് മാൻ ഓൺ ദി റൈറ്റ് ജോബ്. എന്താണ് സ്റ്റാഫിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെ കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ കറക്റ്റ് ജോബിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ എബിലിറ്റിയൊക്കെ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ഒരു ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ആ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം അത് ചെയ്യേണ്ടത് അല്ലേ. അല്ലാതെ വേറൊരാളെ കൊണ്ട് അത് ചെയ്യിക്കാൻ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ജോലിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റാഫിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡയറക്ഷൻ ആണ്. മോട്ടിവേറ്റിംഗ് പീപ്പിൾ ഇൻ ക്രൂഷ്യൽ ഫോർ കോപ്പറേറ്റീവ്സ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഒരു
ഒരു പൊസിഷനിൽ നമ്മൾ ഇരുത്തി, അവർ വർക്ക് ചെയ്യാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? കുറച്ച് സൂപ്പർവിഷൻ കൊടുക്കണം, മോട്ടിവേഷൻ കൊടുക്കണം അല്ലേ? അതായത് അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ഇല്ലേ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് അവരിൽ എന്താണ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുത്തുന്നത്. അവർ ചെയ്യുന്ന ജോലിയിലായാലും അവരുടെ ആത്മാർത്ഥതയിലായാലും എന്താണ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുത്തുന്ന ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ആണ് ഏത് പറയുന്നത്, ഡയറക്റ്റിംഗിൽ പറയുന്നത്. മോട്ടിവേറ്റിംഗ് പീപ്പിൾ ഈസ് ക്രൂഷ്യൽ ഫോർ കോപ്പറേറ്റീവ്സ് എഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്ലുവൻസ് മെമ്പേഴ്സ് സക്സസ് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ്മെന്റ്. ഡയറക്ഷൻ ഹാസ് ദി ഫോളോയിങ് എലമെന്റ്. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ വ്യക്തികളെ, അതായത് നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന റൈറ്റ് മാനെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചില്ലേ, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് ലീഡർഷിപ്പ് നൽകണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം എന്താണ്, ആ ഒരു മെമ്പേഴ്സിനെ സക്സസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതുവഴി എന്താണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. ഇനി ഡയറക്ഷൻ ഒരു 4 എലമെന്റ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ, അതുപോലെ തന്നെ മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ 4 എലമെന്റും എന്താണ്, ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ എന്തിന് മാനേജ്മെന്റ് ഫംഗ്ഷനിൽ. നമ്മൾ ആൾക്കാരെ എന്താണ് ജോലിയിൽ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് സൂപ്പർവൈസ് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ നൽകണം, അതുപോലെ തന്നെ അവരെ എന്താണ് ലീഡ് ചെയ്യണം. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അവരെ ലീഡ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, നമ്മൾ പ്ലാൻ ചെയ്തു, അതുപോലെ തന്നെ അതിൽ നിന്ന് ഓർഗനൈസ് ചെയ്തു, സ്റ്റാഫിംഗ് ഒക്കെ നടത്തി ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചു അല്ലേ? ഇനി പണിയെടുപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആണോ എന്ന് എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൺട്രോളിംഗ് എന്താണ്? എ മാനേജർ ഡെഡിക്കേറ്റ് അപ് ടു 95% ഓഫ് ദ ടൈം ടു കമ്മ്യൂണിക്കേഷൻ, crucial for coordinating resources effectively. Management also monitor activity progress and make adjustment if needed. എന്താ പറഞ്ഞത്? നമുക്കറിയാം, ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 95% സമയവും എന്താണ്, ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് കൊടുക്കുന്നത് അല്ലേ? മാനേജർ എന്ന് പറയുന്നത് ബാക്കിയുള്ള അയാളുടെ സബോർഡിനേറ്റിനെ കൊണ്ട് പണി എടുപ്പിക്കുന്ന വ്യക്തിയാണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പണിയെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത രീതിയിലാണോ ഇത് വന്നത് എന്ന് അസസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ എന്ത് വർക്കാണ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് നമ്മുടെ ലേബേഴ്സും അതുപോലെ തന്നെ വർക്കേഴ്സും സബോർഡിനേറ്റും എല്ലാം കൂടെ ചെയ്ത വർക്കിനെ അസസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്ത അതുപോലെ അത് എത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ, ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഡിഫറൻസ് വരാനുള്ള കാരണം, അതിനെന്താണ് എന്ത് ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എന്താണ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞത്. കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇൻ കേസ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അതിന് എന്താണ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് ആക്ഷൻ എടുക്കുക എന്നുള്ളതും മാനേജ്മെന്റിന്റെ ചുമതലയാണ്. അപ്പൊ 5ാമത്തെ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞത്, കൺട്രോളിംഗ് എന്ന് പറഞ്ഞത്. ഈ 5 ഫംഗ്ഷൻ ആണ് ഒരു മാനേജ്മെന്റിന് ഉള്ളത്.